ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മൃതിയിൽ രാഷ്ട്രം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. 1 ദശാബ്ദം പൂർത്തിയാക്കി സ്വച്ഛ് ഭാരത് അഭിയാൻ. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തര പരിശ്രമം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയെ അഭിനന്ദിച്ച് ആഗോള സംഘടനകൾ. എല്ലാ പ്രദേശങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമുള്ള അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. UN സെക്രട്ടറി ജനറലിന് ഇസ്രായേലിൽ പ്രവേശന വിലക്ക്. വനിതാ ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിന്റെ 9ാം പതിപ്പിന് നാളെ ഷാർജയിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155-ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലികൾ അർപ്പിച്ച് രാജ്യം. രാജ്ഘട്ടിലെ മഹാത്മാഗാന്ധി സമാധിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, കേന്ദ്രമന്ത്രിമാർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി. സത്യം, അഹിംസ, സ്നേഹം, വിശുദ്ധി എന്നിവയുടെ മൂല്യവും മഹാത്മാഗാന്ധിയുടെ ആശയവും ഉൾക്കൊള്ളാൻ എല്ലാവരും ശ്രമിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു ഗാന്ധി ജയന്തി സന്ദേശത്തിൽ പറഞ്ഞു. സത്യം, ഐക്യം, സമത്വം എന്നിവയിൽ അധിഷ്ഠിതമായ ബാപ്പുവിന്റെ ജീവിതവും ആദർശങ്ങളും എന്നും ജനങ്ങൾക്ക് പ്രചോദനമായി നിലകൊള്ളുമെന്ന് പ്രധാനമന്ത്രി സന്ദേശത്തിൽ കുറിച്ചു. രാജ്യത്തുടനീളവും വിദേശത്തും വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ നിരവധി പരിപാടികളും നടന്നു. മുൻ പ്രധാനമന്ത്രി ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ 120-ാം ജന്മവാർഷികവും രാജ്യം ഇന്ന് സമുചിതമായി ആചരിച്ചു. ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെ സമാധി സ്ഥലമായ വിജയ്ഘട്ടിലും നേതാക്കൾ പുഷ്പാർച്ചന നടത്തി. സമ്പൂർണ്ണ ശുചിത്വത്തിനുള്ള പരിശ്രമത്തിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെയും ഫലമായാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ 10 വർഷം പൂർത്തിയാക്കിയതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന് നിരന്തര പരിശ്രമം അനിവാര്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ സ്വച്ഛ് ഭാരത് ദിവസ് 2024 പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. 140 കോടി ഇന്ത്യക്കാരുടെ ആവേശപൂർവ്വമായ പരിശ്രമമാണ് സ്വച്ഛതാ ദൌത്യത്തിനെ പൊതുജന പങ്കാളിത്തത്തോടെയുള്ള പദ്ധതിയാക്കി മാറ്റിയതെന്നും ശ്രീ മോദി പറഞ്ഞു. आज स्वच्छता से जुड़े करीब 10,000 करोड़ रुपए के प्रोजेक्ट्स की भी शुरुआत हुई है. मिशन अमृत के तहत देश के अनेक शहरों में वाटर और सीवेज ट्रीटमेंट प्लांट बनाए जाएंगे. नमामि गंगे से जुड़ा काम हो या फिर कचरे से बायोगैस पैदा करने वाले गोवर्धन प्लांट, ये काम स्वच्छ भारत मिशन को एक नई ऊंचाई पर ले जाएगा. और स्वच्छ भारत मिशन जितना सफल होगा उतना ही हमारा देश ज्यादा चमकेगा. രാജ്യത്ത് ശുചിത്വം ഉറപ്പാക്കുന്നത് ലക്ഷ്യമിട്ട് 9,600 കോടി രൂപയുടെ വിവിധ പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. അമൃത് 2.0, ഗംഗാ ശുചീകരണം ലക്ഷ്യമിട്ടുള്ള ദേശീയ ദൌത്യം, ഗോബർധൻ പദ്ധതിക്ക് കീഴിലുള്ള 15 ബയോഗ്യാസ് പദ്ധതികൾ തുടങ്ങിയവ ഇതിൽ ഉൾപ്പെടുന്നു. സ്വച്ഛ് ഭാരത് ദൌത്യത്തെ അഭിനന്ദിച്ച് ലോകാരോഗ്യ സംഘടനയുൾപ്പെടെ ആഗോള സംഘടനകൾ. വൃത്തിയുള്ളതും ആരോഗ്യകരവുമായ ഒരു രാഷ്ട്രത്തിന്റെ നിർമ്മാണത്തിനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനും ശുചിത്വ ഭാരത ദൌത്യം സഹായകരമായെന്ന് ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനം ഗബ്രിയേസസ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ശുചിത്വ ഭാരത യജ്ഞം ഇന്ത്യയിൽ വലിയ പരിവർത്തനം സൃഷ്ടിച്ചുകൊണ്ട് ശ്രദ്ധേയമായ നാഴികക്കല്ലിലെത്തിയതായി ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ അഭിപ്രായപ്പെട്ടു. ഏഷ്യൻ വികസന ബാങ്ക് പ്രസിഡന്റും ശുചിത്വ ഭാരത ദൌത്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രിക്ക് സന്ദേശം അയച്ചു. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ ജന്മവാർഷിക ദിനത്തിൽ ന്യൂഡൽഹിയിലുടനീളം സ്വച്ഛതാ അഭിയാനിൽ പങ്കെടുത്ത് കേന്ദ്രമന്ത്രിമാരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ശുചിത്വം മഹാത്മാഗാന്ധിയുടെ പ്രധാനപ്പെട്ട ആഹ്വാനമായിരുന്നുവെന്ന് BJP ദേശീയ അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായ JP നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. കേന്ദ്രമന്ത്രി രാജീവ് രഞ്ജൻ സിംഗ് കൃഷിഭവനിൽ നടന്ന ശ്രമദാനത്തിൽ പങ്കെടുത്തു. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് നെഹ്റു പാർക്കിൽ നടന്ന സ്വച്ഛതാ ഹി സേവ പരിപാടിയിൽ പങ്കെടുത്തു. സ്വച്ഛതാ അഭിയാനോടനുബന്ധിച്ച് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും വിപുലമായ പരിപാടികൾ നടന്നു. ഝാർഖണ്ഡിലെ ഹസാരിബാഗിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 83,300 കോടി രൂപയുടെ വിവിധ പദ്ധതികളുടെ തറക്കല്ലിടലും ഉദ്ഘാടനവും നിർവഹിച്ചു. ഇതിൽ 79,150 കോടി രൂപ വകയിരുത്തിയിട്ടുള്ള ധർത്തി ആഭ ജൻജാതീയ ഗ്രാം ഉത്കർഷ അഭിയാനും പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഅഭിയാനു കീഴിലുള്ള വിവിധ പദ്ധതികൾക്കും അദ്ദേഹം തുടക്കം കുറിച്ചു.
കൂടാതെ 40 ഏകലവ്യ സ്കൂളുകൾ ഉദ്ഘാടനം ചെയ്യുകയും 25 തറക്കല്ലിടുകയും ചെയ്തു. 5 കോടിയിലധികം ഗോത്രവർഗ്ഗക്കാർക്ക് ഈ പദ്ധതികളുടെ പ്രയോജനം ലഭിക്കും. आज उनके नाम पर धरती आबा जनजातीय ग्राम उत्कर्ष अभियान शुरू हुआ है. इस योजना का फोकस है कि जिन भी आदिवासी भाई बहनों को अब तक सरकारी योजनाओं का लाभ नहीं मिला है, उन्हें हर लाभ से जोड़ा जाए. योजना के तहत आदिवासी भाई बहनों के लिए ट्राइबल मार्केटिंग सेंटर बनाए जाएंगे. രാജ്യത്തെ ആദിവാസി സമൂഹത്തെ ശാക്തീകരിക്കാതെ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനാവില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ 155 ജന്മവാർഷികത്തോടനുബന്ധിച്ച് യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി ഫിറ്റ് ഇന്ത്യ സ്വച്ഛതാ ഫ്രീഡം റണ്ണിന്റെ 5ാമത് പതിപ്പിന് ന്യൂഡൽഹിയിൽ തുടക്കമായി. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും റൺ നടക്കും. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് ഒക്ടോബർ 31 യൂണിറ്റി റൺ സംഘടിപ്പിക്കും. ആരോഗ്യകരമായ ജീവിതശൈലിക്ക് വേണ്ടിയുള്ള അവബോധമാണ് ഫ്രീഡം റൺ ലക്ഷ്യമിടുന്നത്. ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ഘട്ടത്തിൽ. പരസ്യപ്രചാരണം അവസാനിക്കാൻ ഒരു ദിവസം ബാക്കിയിരിക്കെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ താരപ്രചാരകർ പ്രചാരണത്തിനെത്തി. ബിജെപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്നാഥ് സിംഗ്, കോൺഗ്രസിനായി രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ പ്രചാരണത്തിൽ സജീവമാണ്. 90 നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഈ മാസം 5 നടക്കും. ഈ മാസം 8 ജമ്മുകാശ്മീരിലെയും ഹരിയാനയിലെയും വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചിയിൽ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് BPCL നിർമ്മിക്കുന്ന കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റിന്റെ തറക്കല്ലിടൽ ചടങ്ങ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വെർച്വലായി നിർവഹിച്ചു. ബ്രഹ്മപുരം മാലിന്യ സംഭരണ കേന്ദ്രത്തിലെ മലിനീകരണ പ്രശ്നവും അടിക്കടിയുള്ള തീപിടുത്തവും ലഘൂകരിക്കാനാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉപകരിക്കണം എന്ന ചിന്തയാണ് സംസ്ഥാന സർക്കാരിനെ നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. അത്തരം പ്രവർത്തനങ്ങളെ ദുർബലപ്പെടുത്താൻ എന്തൊക്കെ ശ്രമങ്ങളുണ്ടായാലും സർക്കാർ പിന്നോട്ടു പോകില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസിനെ രാജ്യത്ത് പ്രവേശിക്കുന്നതിൽ നിന്ന് വിലക്കിയതായി ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പ്രഖ്യാപിച്ചു. ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചതിനെ UN സെക്രട്ടറി ജനറൽ അപലപിക്കാത്തതാണ് വിലക്കിന് കാരണം. ഇസ്രായേലിന്റെ ശത്രുക്കളെ UN പിന്തുണയ്ക്കുന്നുവെന്ന് ഇസ്രായേൽ ആരോപിച്ചു. സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള അന്താരാഷ്ട്ര നയതന്ത്ര ശ്രമങ്ങൾക്ക് തിരിച്ചടിയാണ് ഇസ്രായേലിന്റെ നീക്കം. ഇസ്രായേലിലെ ഇന്ത്യൻ പൌരന്മാരോട് ജാഗ്രത പാലിക്കാനും അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കാനും ടെല്ലവീവിലെ ഇന്ത്യൻ എംബസി നിർദ്ദേശിച്ചു. എല്ലാവരും സുരക്ഷാ സ്ഥാനങ്ങളിൽ തുടരണം. പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്രായേൽ അധികൃതരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ എംബസിയുടെ +972 5475 20701 +972 54 3278 392 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണമെന്നും എംബസി വൃത്തങ്ങൾ പറഞ്ഞു. ഇറാനിലേക്കുള്ള അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് ഇന്ത്യൻ പൌരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. നിലവിൽ ഇറാനിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാനും ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഇസ്രായേൽ ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവിലയിൽ 3% വർധന. ലോകത്തെ 7ാമത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദക രാജ്യമാണ് ഇറാൻ. ICC വനിതാ 2020 ലോകകപ്പിന്റെ 9ാം പതിപ്പിന് നാളെ ഷാർജയിൽ തുടക്കം. ഈ മാസം 20 വരെ നടക്കുന്ന മത്സരങ്ങളിൽ 10 ടീമുകളാണ് മാറ്റുരയ്ക്കുന്നത്. മറ്റന്നാൾ ന്യൂസിലൻഡിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ISL ഫുട്ബോളിൽ മുംബൈ സിറ്റി FC അല്പസമയത്തിനകം ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. മുംബൈ ഫുട്ബോൾ അരീനയിലാണ് മത്സരം. 2025 ഖോ ലോകകപ്പ് ഇന്ത്യയിൽ നടക്കുമെന്ന് ഖോ ഫെഡറേഷൻ ഓഫ് ഇന്ത്യയും ഇന്റർനാഷണൽ ഖോ ഫെഡറേഷനും പ്രഖ്യാപിച്ചു. 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള 24 രാജ്യങ്ങളുടെ പങ്കാളിത്തത്തിന് സാക്ഷ്യം വഹിക്കുന്ന ചാമ്പ്യൻഷിപ്പിൽ 16 പുരുഷ വനിതാ ടീമുകൾ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗാന്ധി സ്മൃതിയിൽ രാഷ്ട്രം. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ 155ാം ജന്മവാർഷികം രാജ്യമെങ്ങും വിപുലമായി ആഘോഷിച്ചു. 1 ദശാബ്ദം പൂർത്തിയാക്കി സ്വച്ഛ് ഭാരത് അഭിയാൻ. ശുചിത്വ ഇന്ത്യ എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തര പരിശ്രമം അനിവാര്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പദ്ധതിയെ അഭിനന്ദിച്ച് ആഗോള സംഘടനകൾ. എല്ലാ പ്രദേശങ്ങളുടെയും ജനവിഭാഗങ്ങളുടെയും ക്ഷേമമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇസ്രായേലിലേക്കും ഇറാനിലേക്കുമുള്ള അനിവാര്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. UN സെക്രട്ടറി ജനറലിന് ഇസ്രായേലിൽ പ്രവേശന വിലക്ക്.
വനിതാ 2020 ക്രിക്കറ്റ് ലോകകപ്പിന്റെ 9ാം പതിപ്പിന് നാളെ ഷാർജയിൽ തുടക്കം. ISL ഫുട്ബോളിൽ ഇന്ന് മുംബൈ സിറ്റി ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.